അയ്യപ്പ ഭക്തരെ തടഞ്ഞ് കഞ്ചാവ് മാഫിയ. കേരള തമിഴ്നാട് അതിർത്തിയായ ആറുകാണിയിൽ വെച്ചാണ് അയ്യപ്പ ഭക്തരെ കഞ്ചാവ് മാഫിയ തടഞ്ഞത്. ഭക്തരെ കയ്യേറ്റം ചെയ്യാനും ശ്രമം നടന്നു. നെയ്യാർഡാം പോലീസ് സ്ഥലത്തെത്തി. കൂടുതൽ വിവരങ്ങളുമായി ശാലിനി ചേർന്നുണ്ട്. ശാലിനി, എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ശാലിനിയിലേക്ക് വരാം. എന്തുതന്നെയായാലും അയ്യപ്പ ഭക്തരെ കേരള തമിഴ്നാട് അതിർത്തിയായ ആറുകാണിയിൽ വെച്ചാണ് കഞ്ചാവ് മാഫിയ തടഞ്ഞിട്ടുള്ളത്. ഒപ്പം തന്നെ ഭക്തർക്ക് നേരെ കയ്യേറ്റം ചെയ്യാനും ശ്രമമുണ്ടായി. നിലവിൽ നെയ്യാർഡാം പോലീസ് സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തുകയാണ്. ശാലിനി ഒരിക്കൽ കൂടി ചേർന്നുണ്ട്. ശാലിനി, എന്താണ് നിലവിലെ ഒരു സാഹചര്യം? സമയം മുമ്പാണ് തിരുവനന്തപുരം തമിഴ്നാട് ബോർഡറിൽ ഇത്തരത്തിലൊരു സംഭവം അരങ്ങേറുന്നത്. 5ഓളം വരുന്ന അയ്യപ്പ ഭക്തർ ശബരിമലയിലേക്ക് വന്നുകൊണ്ടിരുന്ന അയ്യപ്പ ഭക്തരുടെ വാഹനമാണ് ഒരു സംഘം ആളുകൾ തടഞ്ഞത്. കഞ്ചാവ് മാഫിയാണ് ഈ വാഹനം തടഞ്ഞത് എന്നുള്ള സ്ഥിരീകരണത്തിലേക്കാണ് ഇപ്പോൾ പോലീസ് എത്തിയിട്ടുള്ളത്. നെയ്യാർഡാം പോലീസ് സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തുകയാണ്. തമിഴ്നാട് സ്വദേശികളായ അയ്യപ്പ ഭക്തരാണ് ഇത്തരത്തിൽ കഞ്ചാവ് മാഫിയ വാഹനം തടഞ്ഞ കൂട്ടത്തിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് നമുക്കിപ്പോൾ പ്രാഥമികമായി അറിയാൻ സാധിക്കുന്നത്. മുൻപും ഈ പ്രദേശം കേന്ദ്രീകരിച്ച് കഞ്ചാവ് മാഫിയ വലിയ രീതിയിലുള്ള സംഘർഷങ്ങളും അക്രമങ്ങളും നടത്തുന്ന സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ പോലീസ് ഇപ്പോൾ സ്ഥലത്തെത്തി കേസെടുക്കാനുള്ള നടപടികളിലേക്ക് കടക്കുകയാണ്. ഭക്തരെ കയ്യേറ്റം ചെയ്യാനടക്കം ശ്രമം ഈ കഞ്ചാവ് മാഫിയ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കേരള തമിഴ്നാട് അതിർത്തിയായ ആറുകാണിയിലാണ് അയ്യപ്പ ഭക്തരെ ഇപ്പോൾ സംഘം തടഞ്ഞിട്ടുള്ളത്. തടഞ്ഞതിനെ തുടർന്ന് തന്നെ പോലീസിൽ വിവരം അറിയിക്കുകയും നെയ്യാർഡാം പോലീസ് സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തുകയുമായിരുന്നു. എന്നാലും നിലവിൽ കേസെടുക്കൽ നടപടിയിലേക്ക് നെയ്യാർഡാം പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം കടക്കുകയാണ്. അതേസമയം തന്നെ കേസ് നൽകാൻ താല്പര്യമില്ല എന്നുള്ളതാണ് ഈ അയ്യപ്പ ഭക്തർ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. കാരണം ശബരിമല ദർശനം അടക്കമുള്ള കാര്യങ്ങളിൽ സമയം നഷ്ടമാകും. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു നടപടിയിലേക്ക് കടക്കുന്നില്ല എന്നുള്ളത് അയ്യപ്പ ഭക്തർ വ്യക്തമാക്കുന്നുണ്ട്. പക്ഷെ ശാരീരികമായ ഉപദ്രവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്നത്. വാഹനം തടഞ്ഞു നിർത്തി വാഹനം തല്ലി തകർക്കാനും ഒപ്പം തന്നെ അയ്യപ്പ ഭക്തരെ കയ്യേറ്റം ചെയ്യാനുമായിരുന്നു ഒരു സംഘം ആളുകൾ ശ്രമം നടത്തിയത്. ഇവരുടെ പശ്ചാത്തലമടക്കം പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഉടൻ തന്നെ പോലീസ് മറ്റ് നടപടികൾ സ്വീകരിക്കുമെന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. വിഷ്ണു, ശരി, ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്.